ദുബൈയിൽ പുരോഗമിക്കുന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ച മലയാളികൾ നേതൃത്വം നൽകുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ. റോബോട്ടിക് ആശുപത്രി അടക്കം 100 കോടി ദിർഹത്തിന്റെ പദ്ധതികളാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ പ്രഖ്യാപിച്ചത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ തുറക്കുമെന്ന് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് അധികൃതരും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദുബൈ ഭരണാധികാരി ഉദ്ഘാടനം ചെയ്ത വേൾഡ് ഹെൽത്ത് എക്സ്പോയുടെ 2 വേദികളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നേരത്തെ അറബ് ഹെൽത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ചിരുന്ന മേളയാണ് ഇത്തവണ മുതൽ വേൾഡ് ഹെൽത്ത് എക്സിബിഷനായി മാറിയത്. റോബോട്ടിക് ഹോസ്പിറ്റൽ, പുതിയ ആശുപത്രികൾ എന്നിങ്ങനെ 1 ബില്യൺ ദിർഹമിന്റെ പദ്ധതികളാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയർ CEO അലീഷ മൂപ്പൻ പ്രഖ്യാപിച്ചത്. ഈ പുതിയ ഇന്നോവേഷൻസിൽ റോബോട്ടിക് റീഹാബ്, അഡ്വാൻസ് റോബോട്ടിക് റീഹാബ് സെൻറ്റർ ഈ മെയ് ജൂണിൽ തുടങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ്. ഓൾറെഡി നമുക്ക് ഒമാനിൽ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്. സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചറി അങ്ങനെ കുറേ കാരണത്താൽ ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ തീരെ പറ്റാത്ത സ്ഥിതിയായിരിക്കും. ഈ റോബോട്ട്സിനെ കൊണ്ട് ഇതൊക്കെ FDA അപ്രൂവ്ഡ് റോബോട്ട്സ് ആണ്. ഈ ആൾക്കാർക്ക് പിന്നെയും മൂവ് ചെയ്യാനുള്ളൊരു നല്ലൊരു ചാൻസ് കിട്ടും. എല്ലാം കൂടെ ഒരു 300 ബെഡ്സ് കപ്പാസിറ്റി നമ്മളിവിടെ UAE മാത്രം എക്സ്പാൻഷൻ അടുത്ത 2-3 കൊല്ലം കൊണ്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് എ 30% ഇൻക്രീസ് ഇൻ ആർ കപ്പാസിറ്റി. അതിന് ഓൾമോസ്റ്റ് ഒരു 1 ബില്യൺ ദിർഹം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ UAE തന്നെ ചെയ്യാൻ കമ്മിറ്റ് ചെയ്തതാണ്. 180 രാജ്യങ്ങളിൽ നിന്നുള്ള 4800 ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളാണ് വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്തിയ മലയാളി സംരംഭകരുടെ സാന്നിധ്യവും മേളയിൽ സജീവമാണ്. UAE ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സ്പോയിലെത്തിയ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് വൈസ് ചെയർപേഴ്സൺ നാസിയ മുഹമ്മദ് റബീഹി പറഞ്ഞു. It's not UAE alone, it is all over GCC. We have a couple of projects coming in Kuwait, that is Salmi and Jahra. In Dubai also we have a couple of projects, in Sharjah, Ajman. In Bahrain also we have a couple of so we have all GCC we have a huge plan. തീവ്രപരിചരണം, മെഡിക്കൽ ഇമേജിംഗ്, ഡിജിറ്റൽ ഹെൽത്ത്, ബയോടെക്നോളജി, മെഡിക്കൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് വിവിധ മെഡിക്കൽ കോൺഫറൻസുകളും വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പുരോഗമിക്കുന്നുണ്ട്. ദുബൈ വേൾഡ് ട്രേഡ് സെന്റർ, ദുബൈ എക്സ്പോ സിറ്റി എന്നിങ്ങനെ 2 വേദികളിലായി 3 ദിവസം നീളുന്ന ഈ മേളയിൽ 2.5 ലക്ഷം പേരാണ് എത്തുന്നത്. യാസർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.